എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ 2021 രണ്ടാമത്തെ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മാത്തമാറ്റിക്സ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇക്കണോമിക്സ് ഫുള്ളായിട്ട് 2021 മുതൽ 2025 വരെയുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ചാനലായ PSC Plusലാണ്. അതും എല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തുക. 51ാമത്തെ ചോദ്യം മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 3, 8, 13, 18. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുക അതിൽ എത്രാമത്തെയാണ് 78 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതായത് എന്താണ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറയുമ്പോൾ, ഇംഗ്ലീഷാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. മലയാളത്തിൽ 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? വിച്ച് ടേം അല്ലേ, എത്രാമത്തെ പദമാണ് 78 എന്നതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ഇതിൽ നോക്കാൻ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാണ്? എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. ഫസ്റ്റ് ടേം ഏതാണ്? 3 ആണ്. ദെൻ ഡിഫറൻസ് നോക്കി, 3ഉം 5ഉമാണ് 8, 8ഉം 5ഉം 13ആണ്, 13ഉം 5ഉമാണ് 18. അപ്പോൾ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 5ഉമാണ്. ഇനി ലാസ്റ്റ് ടേം ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? എത്രാമത്തെ ടേമാണ് 78 എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്രാമത്തെ പദമാണ് 78? അപ്പോൾ ലാസ്റ്റ് ഏതാണ്? നമുക്ക് 78 ആണെന്നും കിട്ടി. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും? n = a + n - 1d അല്ലേ. ലാസ്റ്റ് ടേം ആണ് കേട്ടോ ഇത്. അപ്പോൾ ലാസ്റ്റ് ടേം 78 നമുക്കറിയാം. a എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് n - 1 d എന്ന് പറയുന്നത് എത്രയാണ്? 5ഉം നമുക്കറിയാം. ഇനി 78 ഈ 3 ഇപ്പുറേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 78 - 3 എത്ര കിട്ടി? 75 എന്ന് കിട്ടി. 75. ഇനി ഇവിടെ ഒരു 5 ഉണ്ടല്ലോ. ഈ 5 ഇപ്പുറേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു 5 ഉള്ളത് ഡിവൈഡ് 5 ആവും. അപ്പോൾ 75 ഡിവൈഡ് 5 = n - 1 ആയി. അപ്പോൾ നോക്കി, n - 1 എന്ന് പറയുന്നത് നമുക്ക് 15 കിട്ടും അല്ലേ. 15 ആണ് n - 1 എങ്കിൽ n എന്താണ്? ഈ -1 ഇപ്പുറേക്ക് വരുമ്പോൾ n = 16 എന്നായി കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 16 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലാസ് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത ചോദ്യം നോക്കാം. സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതാം കേട്ടോ. ജസ്റ്റ് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വരുന്നത്? 0.2 all raised to 4 into 0.27 divided by 0.03 all raised to 3. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യാൻ പറ്റും? 0.2 raised to 4, 0.2 raised to 4, 2 raised to 4 എത്രയാണ്? 16 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ 0.2 എന്നുള്ളത് 4 ആകുമ്പോൾ 4 സ്ഥാനം വരും. അപ്പോൾ 6, 1, 0, 0യും കൂടി 2 കൊടുക്കാം. അപ്പം 0.2 raised to 4 എന്ന് പറയുന്നത് 0.0016 ആണ്. സെയിം തന്നെ നമ്മൾ 0.03 raised to 3 നോക്കാം. 3 raised to 3 എത്രയാണ്? 27 ആണ്. ദെൻ 2 സ്ഥാനത്തിന് ശേഷമാണ് ഇവിടെ കുത്ത് വന്നിട്ടുള്ളത് അല്ലേ, ഡെസിമൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ റേസ് ടു 3 ആയതുകൊണ്ട് എത്ര വന്നം? കുത്ത് കഴിഞ്ഞിട്ട് ടോട്ടൽ 6 സ്ഥാനം വന്നം. അപ്പോൾ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ആദ്യം 0.2 raised to 4 എന്നതിന് നമുക്ക് എന്ത് എഴുതാം? 0. ഇത് ഞാൻ മാറ്റിയാവേ. 0.0016 ഇൻറ്റു 0.27 അങ്ങനെ തന്നെ ഇറക്കി എഴുതുന്നു. ദെൻ 0.000027 എന്നായി അല്ലേ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ
ഈ ഡെസിമൽ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു അല്ലേ. ഇവിടെ 1 2 3 4 5 6 ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെസിമൽ കളയാൻ പറ്റും. ഇൻറ്റു സെയിം തന്നെ നമ്മൾ മുകളിലും ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു, ഇങ്ങനെ വരും 0.0016 ഇൻറ്റു 27 1 2 3 4 ഡിവൈഡഡ് ബൈ 27. ഈ 27 27 ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എത്ര വരും, 10,000. 1 വരുമ്പോൾ 10,000 എന്നാകും. 10,000 ഇൻറ്റു 0.0016 എന്ന് പറയും ആൻസർ 16 കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ. 2 numbers are in the ratio 2:3. രണ്ട് സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഓക്കെ, ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അനുപാതത്തിലാവും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. ഇങ്ങനെ ചെയ്യാൻ പറ്റിയ രണ്ട് നമ്പേഴ്സ് എന്നുള്ളത് 2x അതോടൊപ്പം തന്നെ 3x. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സ് 2x 3x അവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ -5 ചെയ്യാം. 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും, 3/5 എന്ന അനുപാതം ലഭിക്കും. ഓക്കെ, 2x - 5 3x - 5 കിട്ടുമ്പോൾ നമുക്ക് 3/5 എന്ന അനുപാതത്തിൽ ലഭിക്കുമെങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്താനാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തും, ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ x കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, എങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, എങ്ങനെ ചെയ്യാൻ പറ്റും, 2x - 5 3x - 5 = 3/5 എന്നാണ് നമ്മൾ പറഞ്ഞത്. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 2x - 5 × 5 = 3x - 5 × 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിയേ, 2x - 5 × 5 അതായത് 5 × 2x എത്രയാണ്, 10x. ദെൻ -5 × 5 എത്രയാണ്, 25 = 3 × 3 9x - 5 × 3 15. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 10 കിട്ടി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 2 × 10 എത്രയാണ്, ആദ്യത്തെ നമ്പർ 20 ആണ്. ഓക്കെ, 20 ആണ്. അടുത്ത ചോദ്യം. ഇനി 54-ാമത്തെ ചോദ്യം. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? എന്താ തന്നിട്ടുള്ളത്, 10 സംഖ്യ അല്ലേ. 10 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 120 ആയിരിക്കും ആണല്ലോ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ, അതായത് ഓരോ സംഖ്യയിൽ നിന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് നമ്പറാണ് എല്ലാ സംഖ്യയിൽ നിന്നും കുറയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ ശരാശരി നമുക്ക് 12 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് സംഖ്യ അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും, 9. ഇതാണ് ആൻസർ വരുന്നത്. ഇനി ഡിഫറെൻ്റ് ആയിട്ടാണ് കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ കോൺസ്റ്റൻറ്റ് നമ്പറാണ് എല്ലാത്തിൽ നിന്നും കുറയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ നമ്പർ മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ശരാശരി എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി 55-ാമത്തെ ചോദ്യം നോക്കാം. ഇഫ് 3 raised to x - y എന്നാണ് കേട്ടോ. ഇഫ് 3 raised to x - y 2187. 3 raised to x - y എന്ന് പറയുന്നത് 2187 ആണ്. ഓക്കെ, 2187 ആണ്. പിന്നെ എന്ത് പറയുന്നു, അതോടൊപ്പം തന്നെ 3 raised to x + y എന്ന് പറയുന്നത് 243 പറയുന്നു. അങ്ങനെയാണ് എക്സിൻ്റെ മൂല്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 2187 ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും നമുക്കിതിന്. നോക്കാം, നമുക്ക് 2187 3 വരുമ്പോൾ 729 വരും. പിന്നെ 3 വെച്ച് ചെയ്യുമ്പോൾ 243 വരും. പിന്നെ 81, പിന്നെ 3 വെച്ച് ചെയ്യുമ്പോൾ 27, പിന്നെ 3 വെച്ച് ചെയ്യുമ്പോൾ 9, ദെൻ 3 വെച്ച് ചെയ്യുമ്പോൾ 3. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 3 raised to 7 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 1 2 3 4 5 6 7 3 raised to 7 ആണ് ഇത് 2187.
3യുടെ പവർ എത്ര പവർ ചേരുമ്പോഴാണ് 3⁻7 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതെന്താണ്? 3⁻7 ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതും കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. 243 എന്ന് പറയുന്നത് 3⁵ ആണ്. ഇത്രയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? x - 3x - y 2187 3x + y 243 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എക്സിൻ്റെ മൂല്യം കാണാൻ എന്ത് ചെയ്യാം? x - y പ്ലസ് x - y പ്ലസ് x + y ഈക്വൽ എത്ര കിട്ടി നമുക്ക്? ഈ 3ഉം 5ഉം 7ഉം കൂട്ടി 12. അപ്പോൾ 2x എന്ന് പറയുന്നത് 12 ആണെങ്കിൽ x എത്രയാണ്? 6. അത്രയേ ഉള്ളൂ. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിയാവും. ഇനി അടുത്തത് ഏതാണ്? 56ാമത്തെ ചോദ്യം നോക്കാം. എഡ്വിൻ 11 മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തീകരിക്കുന്നു. DST, ഡിസ്റ്റൻസ് സ്പീഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യനാണ് അല്ലേ? നമുക്ക് നോക്കാം. ടൈം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 11 മണിക്കൂർ, 11 അവർ തന്നിട്ടുണ്ട്. ഇനി തൻ്റെ യാത്രയുടെ ആദ്യ പകുതി 20 km/h അല്ലേ? ആദ്യ പകുതി 20 km/മണിക്കൂറിലും രണ്ടാം പകുതി 24 km/മണിക്കൂറിലുമാണ് യാത്ര ചെയ്തതെങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, 2 സ്പീഡ് തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈമാണ് തന്നിട്ടുള്ളത് 11 മണിക്കൂർ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? പകുതി ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ 2, 20 എന്ന് പറയുന്നത് 20 km/h എന്ന് പറയുന്നത് പകുതിയാണ്. അപ്പോൾ നമുക്ക് അതിനിപ്പോൾ d/2 എന്ന് കൊടുക്കാം. ഡിസ്റ്റൻസ് ഓക്കെ, ഡിസ്റ്റൻസിന് ഇവിടെ അതായത് ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പകുതി ഇത്രയും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ d/2 എന്നവിടെ എഴുതുന്നു. അപ്പോൾ d/2 ഡിവൈഡഡ് ബൈ ആദ്യത്തെ സ്പീഡ് എത്രയാണ്? 20 പ്ലസ് d/2 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സ്പീഡ് 24. അത് കൂട്ടുമ്പോൾ നമുക്ക് 11 മണിക്കൂറാണ് ടൈം കിട്ടുന്നത്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ d/40 പ്ലസ് d/48 എന്ന് വരും അല്ലേ? ഈക്വൽ 11. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 40യുടെയും 48ൻ്റെയും LCM കണ്ടുപിടിക്കുക. 40ൻ്റെയും 48ൻ്റെയും LCM കണ്ടുപിടിക്കുക. 40ൻ്റെയും 48ൻ്റെയും LCM എത്രയാണ്? 240 ആണ് വരുന്നത്. ചെയ്യണ്ടല്ലോ അതിന്. 240 ആണ് LCM വരുന്നത്. LCM നമുക്ക് 240 എന്ന് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിയിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 6d പ്ലസ് 5d ബൈ 240 ഈക്വലാണ് 11 എങ്കിൽ ഇനി 6d പ്ലസ് 5d എത്രയാണ്? 11d. അപ്പോൾ 11d ഡിവൈഡഡ് ബൈ 240 ഈക്വൽ 11 ആണെങ്കിൽ d എത്രയായിരിക്കും? 240 കിലോമീറ്റർ ആണ്. ഇതിൽ km/h ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നേരെ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അടുത്ത ചോദ്യം അടുത്ത് നോക്കാം. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി എഴുതിപ്പോവാല്ലേ നമുക്ക്. എന്താണ് പറയുന്നത്? 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് എത്ര ദിവസം? 4 ദിവസം. 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് എത്ര ദിവസം? 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെ എഴുതി വയ്ക്കും. ഇനി എന്ത് ചെയ്യുക? നമുക്കിത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. 4 × 2 8 വുമൺ പ്ലസ് 20 മെൻ ഈക്വൽ 9 വുമൺ പ്ലസ് 18 മെൻ എന്ന് കിട്ടി. ഇതിൽ നിന്ന് വുമൺ മാത്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? W ഈക്വൽ 2m എന്ന് കിട്ടും അല്ലേ. W എന്ന് പറയുന്ന ഒരു വുമൺ എന്ന് പറയുന്നത് 2 മെന്നാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമുള്ള ഇതിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ 8 ഇതിലേക്ക് ഈ വുമണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8
ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ് 2m ആണല്ലേ. അപ്പോൾ 2m പ്ലസ് 20m. 8 × 2 16. 16m എന്ന് പറയുമ്പോൾ 16m പ്ലസ് 20m ഈക്വൽ 36m ആണ് ആൻസർ വരുന്നത്. എത്ര ദിവസം എടുക്കും അപ്പോൾ? 36 ദിവസം എടുക്കും. അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 58ാമത്തെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 59ാമത്തെ നമുക്ക് നോക്കാം. എന്താണത്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ചോദ്യം നോക്കി. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. അപ്പോൾ എന്തൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ച്. എത്ര രൂപ? 50,000. പലിശ എത്ര? 12%. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഫ് ഇയർലി ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അർദ്ധവാർഷിക കാലയളവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം കിരണ് ലഭിക്കുന്ന തുക എത്രയാണ്? ഇതാണ്. അപ്പോൾ നോക്കാം. ഇത് ഹാഫ് ഇയർലി ആകുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? 12% എന്നുള്ളത് ഹാഫ് ഇയർലി ആയതുകൊണ്ട് നമ്മൾ 6% എടുക്കാം. എന്നിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ എത്രയാണ്? 50,000. അപ്പം നേരെ നമ്മൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ വെച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ഇക്വേഷൻ അല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. 50,000 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയായി? ഹാഫ് ഇയർലി ആയതുകൊണ്ട് 6/100, 6% എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5×30 3000 എന്ന് കിട്ടി അല്ലേ, 3000. ഇനി ഈ 3000ൻ്റെ എത്ര ശതമാനം? 6% കൂടി കാണുക. 3000ൻ്റെ 6% കാണുമ്പോൾ 180 എന്ന് കിട്ടി. അപ്പോൾ 3180 എന്തായി? കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം കോമ്പൗണ്ടഡ് കാണുമ്പോൾ നമ്മൾ ഇക്വേഷൻ അല്ലാത്ത രീതിയിൽ കാണുമ്പോൾ ഉള്ളൊരു ഇതാണ് ഇത്. ഇങ്ങനെ എന്താണ്, നമ്മൾ ഒരു വർഷത്തേക്കാണെങ്കിൽ 2 ഇൻറ്റു, അതായത് ആദ്യം കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻറ്റു 2 ചെയ്യുക അല്ലേ. അടുത്ത അതിനൊരു ടേബിൾ ഉണ്ടല്ലോ ഇങ്ങനെ 1 2 1 1 3 3 1 അല്ലേ. അപ്പോൾ ആദ്യത്തെ വർഷമാണെങ്കിൽ 2ഉം 1ഉം, രണ്ടാമത്തെ വർഷമാണെങ്കിൽ 3 ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഇൻറ്റു 3, സെക്കൻഡ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഇൻറ്റു 3 അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻറ്റു 2 ആണ്. ഇൻറ്റു 2 വരുമ്പോൾ ഏത് വരും? 3000 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 6000 എന്നുള്ളത് കിട്ടും. 6000. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് 6000ഉം പിന്നെ 180, 6180. അതിൻ്റെ കൂടെ നമ്മുടെ 50,000 കൂടി ചേർക്കുമ്പോൾ 56,180 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഇനി 60ാമത്തെ ചോദ്യം നോക്കാം. നിവിൻ 500 രൂപ കൊടുത്തൊരു വാച്ച് വാങ്ങി. ശേഷം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഓക്കെ, ഇത് റിക്കറിംഗ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നിവിൻ 500 രൂപ കൊടുത്താണ് ഒരു വാച്ച് വാങ്ങിയത്. എന്നിട്ട് 10% പ്രോഫിറ്റ്, അതായത് 110 അല്ലേ, 110% എന്ന് പറയുമ്പോൾ എത്ര വന്നു? 550. അത് ഷിനോയ്ക്ക് വിറ്റു. ഷിനോയ് അതെന്ത് ചെയ്തു? ഷിനോയ് എന്നിട്ട് 20% നഷ്ടത്തിൽ, അതായത് 550ൻ്റെ 20% എന്ന് പറയുമ്പോൾ 80/100, 20% നഷ്ടത്തിൽ അത് ജനുവിന് വിറ്റു. അപ്പോൾ എത്ര വന്നു? 440 എന്ന് പറഞ്ഞു. ഇനി ജീവൻ എന്താ? ജനു അത് 440 എന്നുള്ളത് 10% നഷ്ടം, അപ്പോൾ 90/100 ആവും. 10% നഷ്ടത്തിൽ അത് ജീവന് വിറ്റു. അപ്പോൾ എത്ര വന്നു? 396. എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വിലയാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 396 അല്ലേ. ആൻസർ വരുന്നത് 396, ഓപ്ഷൻ ബി ആണ്. ഇനി 61ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. ഓക്കെ, ശ്രേണിയിൽ മിസ്സിംഗ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. 3 15 പിന്നെ കണ്ടുപിടിക്കണം 255. ഓക്കെ, മിസ്സിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് 3 × 4, 2-3 വഴികളുണ്ടല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 3 × 4 + 3, അപ്പോൾ 15 കിട്ടും. ദെൻ 15 × 4 + 3, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 63 എന്ന് കിട്ടും. ഈ 63 × 4 + 3 ചെയ്യുമ്പോൾ 255 കിട്ടും. അങ്ങനെ ഒരു മോഡൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 4/4ൻ്റെ മാത്രം പവർ വെച്ച് 4/1 എന്ന് പറയുന്നത് എത്രയാണ്?
4 ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോഴല്ലേ 3 കിട്ടിയത്? 4:2 എന്ന് പറയുന്നത് 16 ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോഴല്ലേ 15 കിട്ടിയത്? പിന്നെയുള്ളത് 4:3 എന്ന് പറയുന്നത് 64 ആണ്. അതിൽ നിന്നൊന്നും കുറച്ച് കഴിഞ്ഞാൽ 63 കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കും. ഓക്കെ. 62ാമത്തത് ഗൺ, ബുള്ളറ്റ്, ചിമ്മിനി. ചിമ്മിനിയുടെ ഏതാ വരിക? സ്മോക്കാണ് വരുന്നത് കേട്ടോ. ഗൺ, ബുള്ളറ്റ്, ചിമ്മിനി, സ്മോക്ക്. 63 ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. 64ലേക്ക് പോകുമ്പോൾ എന്താണ്? ടീച്ചർ എന്നത് ഒരു ആൽഫബറ്റ് കോഡ് പ്രകാരം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് എഡ്യൂക്കേഷൻ എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് അല്ലേ. ടീച്ചർ ഒന്ന് എഴുതി നോക്കാം. TEACHER, ടീച്ചർ. അതിൻ്റെ കോഡ് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? YJFH ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫുള്ള് നോക്കുന്നില്ല. അപ്പോൾ T+5 ആണ് Y അല്ലേ. E+5 അല്ലേ J, A+5 അല്ലേ F. എല്ലാം അപ്പോൾ 5 വെച്ചാണ് വന്നിട്ടുള്ളത്. എക്സാമിന് നമ്മൾ ഫുള്ള് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു കോഡ് ലഭിക്കുന്നു എങ്കിൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്താൽ മതി? ഇത് 5 ആഡ് ചെയ്താൽ മതി. നോക്കാം നമുക്ക്. എഡ്യൂക്കേഷൻ. ഓക്കെ. E+5 എത്രയാണ്? J. ഇനി D+5 I, U+5 Z. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 65ാമത്തെ ചോദ്യം സൈൻ വെച്ച് തന്നിട്ടുള്ളതാണല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളിപ്പോൾ സ്ലാഷ് എന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, അറ്റ് എന്നത് ഡിവിഷൻ ആണെങ്കിൽ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ നമുക്ക് എഴുതി ചെയ്യാം അല്ലേ. ഇപ്പോൾ സ്ലാഷ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇതിൽ എഴുതാം. അപ്പോൾ സ്ലാഷ് എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 6 × 13, പിന്നെ വരുന്നത് പ്ലസ് 45. അറ്റെന്നുള്ളത് ഡിവിഷൻ ആകുന്നു. അപ്പോൾ ഡിവൈഡ് 3, ദെൻ -7 സ്ലാഷ് ഇൻറ്റു ആണ് 12. ഇങ്ങനെയാണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യാം? ബോട്ട് മാസ് വെച്ച് ചെയ്യണം. ആദ്യം ഡിവിഷൻ ഉള്ളത് ചെയ്യണം. അപ്പോൾ 6 × 13 + 45 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 15 ആണ്. ആദ്യം 15 കണ്ടുപിടിച്ചു. പിന്നെ ഏത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ 2 എണ്ണം വരുന്നുണ്ട്. 6 × 13 എന്ന് പറയുന്നത് 78, ദെൻ 12 × 7 എന്ന് പറയുന്നത് 84 ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ എഴുതാം അല്ലേ. 78 + 15 - 84. 78 + 15 എന്ന് പറയുന്നത് 93 ആണ്. 93 - 84 ആണ് ആൻസർ വരുന്നത്. 9 ആണ്. ഓക്കെ, 9 ആണ് വരുന്നത്. 66ാമത്തെ ചോദ്യം നോക്കാം. 66 ബ്ലഡ് റിലേഷൻ ആണല്ലേ. ജസ്റ്റ് നമുക്ക് വായിച്ച് തന്നത് ചെയ്ത് പടം വരച്ചിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, അതേ മോഡൽ നോക്കിയാൽ മതി. എന്താണ് പറയുന്നത്? റാം മാധവൻ്റെ പുത്രൻ്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവൻ്റെ ആരാണ്? നോക്കി. റാം ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ് സൺ. നമുക്ക് ആദ്യം മാധവനെ വരയ്ക്കാം. മാധവ്, ഇതാണ് മാധവ്. മാധവിൻ്റെ സണ്ണിൻ്റെ, മാധവിൻ്റെ സണ്ണിൻ്റെ സൺ. ഓക്കെ, അതിൻ്റെ ആരാണ്? ബ്രദറാണ് റാം എന്ന് പറയുന്നത്. നോക്കി, റാം ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ് സൺ. മാധവ് സണ്ണിൻ്റെ സണ്ണാണ്. എങ്ങനെയാണെങ്കിൽ റാം മാധവൻ്റെ ആരാണ്? മാധവൻ്റെ ആരാണ് റാം എന്ന് പറയുന്നത്? കൊച്ചുമോൻ അല്ലേ, ഗ്രാൻഡ് സൺ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 67ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം. വേറെ ഒന്നും നോക്കാനില്ല. എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. 7:10 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 4:50 എന്നുള്ളത് കിട്ടും. 68ാമത്തെ ചോദ്യം എന്താണ്? ഒരു ഘടികാരത്തിന് മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്നു എങ്കിൽ കോണിൻ്റെ അളവ്. കോണളവാണ് ചോദിച്ചിട്ടുള്ളത്. കോണളവ് എങ്ങനെ കണ്ടുപിടിക്കാം? പെർ മിനിറ്റിന് 6 ഡിഗ്രിയാണ് കോണെങ്കിൽ 35 മിനിറ്റിൽ എന്ത് ചെയ്താൽ മതി? 35 × 6 ഡിഗ്രി, അപ്പം 210 ഡിഗ്രിയാണ് വരുന്നത്. 69ാമത്തെ ചോദ്യം. 69ാമത്തെ ചോദ്യം നോക്കിയേ.
ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസമായിരിക്കും? ഇപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? 2008 എന്ന് പറയുന്നത് ഏത് ഇയറാണ്? ലീപ്പ് ഇയർ ആണല്ലേ. 8 4 വെച്ച് പോകും. ഇപ്പോൾ 2008 400 വെച്ച് പോകുമ്പോൾ അത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിന് എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. ഇനി നോക്കി, ഫെബ്രുവരി 1 എന്ന് പറയുന്നത്, ഫെബ്രുവരി 1, 2008 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ബാലൻസ് 2008 ഫെബ്രുവരിയിൽ എത്രയുണ്ട്? ബാലൻസ് 29 നിന്ന് ഒന്ന് കുറച്ച് 28 ദിവസം നമുക്ക് ഫെബ്രുവരിയിൽ ബാലൻസ് ഉണ്ട്. മാർച്ചിൽ എത്ര ദിവസം നോക്കാനുണ്ട്? +4 ദിവസം നോക്കണം. അപ്പോൾ ടോട്ടൽ 32 ദിവസത്തെ വ്യത്യാസമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? 32/7 എത്ര കിട്ടും? 4 വീക്കും അതോടൊപ്പം തന്നെ 4 ഓഡ് ഡേയ്സുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ വെനസ്ഡേയുടെ കൂടെ 4 ഓഡ് ഡേയ്സ് ആഡ് ചെയ്യാം. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സൺഡേ ആണ്. ഇനി ലാസ്റ്റ് ചോദ്യം, ഡയറക്ഷൻ്റെ ചോദ്യം കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാലോ, എന്താണ് പറയുന്നത്? പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണെങ്കിൽ പി ആറിൻ്റെ ഏത് ദിശയിലായിരിക്കും? നമുക്ക് വരച്ച് നോക്കാം എന്താണ് പറയുന്നതെന്ന് അല്ലേ. ഇഫ് പി ഈസ് ദ സൗത്ത് ഓഫ് ക്യൂ, പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സൗത്തിലാണ് അങ്ങനെയാണെങ്കിൽ, ആൻഡ് ആർ ഈസ് ദ വെസ്റ്റ് ഓഫ് ക്യൂ, ക്യൂയുടെ വെസ്റ്റിലാണ് ആറ്. ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് പി വിത്ത് റെസ്പെക്ട് ടു ആർ, ആറിൻ്റെ ഏത് ഡയറക്ഷനിലാണ് പി എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഡയറക്ഷനിലാണ് വരിക? സൗത്ത് ഈസ്റ്റിലാണ് വരിക അല്ലേ. സൗത്ത് ഈസ്റ്റ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 20 ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഒഴികെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോർഡിൽ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ കിട്ടില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ വേറൊരു കാര്യമുണ്ട്, 20 ദിവസം കൊണ്ട് ആ ഒരു റിവിഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. 20 ദിവസം കൊണ്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തീർക്കും. അല്ലാതെയുള്ള ബാക്കി GK എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തി, കറണ്ട് അഫയേഴ്സും കലാസാഹിത്യം എല്ലാം ഉൾപ്പെടുത്തി 20 ദിവസം കൊണ്ടുള്ളൊരു ചെറിയൊരു റിവിഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലായ PSC Plus കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലായിരിക്കും നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ തരുന്നത്. താങ്ക് യു.